അനുകൂല നിലപാട് സ്വീകരിച്ച ഇന്ത്യൻ വിദ്യാർത്ഥിനിയുടെ വിസ റദ്ദാക്കി അമേരിക്ക. കൊളംബിയ സർവകലാശാലയിലെ വിദ്യാർത്ഥിനി രഞ്ജിനി ശ്രീനിവാസനെയാണ് ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചത്. മാർച്ച് 5-നാണ് രഞ്ജിനിയുടെ വിസ റദ്ദാക്കിയത്. മാർച്ച് 11-ന് രഞ്ജിനി ഇന്ത്യയിലേക്ക് തിരിക്കുന്ന ദൃശ്യങ്ങൾ അമേരിക്ക എക്സിൽ പങ്കുവച്ചു. വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്നും ശരത് ലാൽ ചേരുകയാണ്. ശരത് ലാൽ, ഒരു വിദ്യാർത്ഥിയെ ഹമാസ് അനുകൂല നിലപാടിന്റെ പേരിലാണിപ്പോൾ തിരികെ അയച്ചിരിക്കുന്നത് അമേരിക്ക. ഇക്കാര്യങ്ങളിൽ അമേരിക്ക എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ആരാണ് ഈ പോസ്റ്റ് വിദ്യാർത്ഥിയുടെ തിരികെ അയച്ചു എന്നുള്ള പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്? ആരാണ് ഔദ്യോഗികമായി അമേരിക്കയിൽ നിന്ന്? ലക്ഷ്മി പത്മ, ഗുഡ് മോർണിംഗ്. ഇന്ത്യൻ വിദ്യാർത്ഥിയെ പാലസ്തീൻ അനുകൂല നിലപാടെടുത്ത് ഹമാസിനെ പിന്തുണച്ചു സർവകലാശാലയിലുള്ള പ്രക്ഷോഭങ്ങളിൽ എന്ന കാരണം കാണിച്ചാണ് രഞ്ജിനി ശ്രീനിവാസം എന്നുള്ള PhD വിദ്യാർത്ഥിയെ ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചത്. തിരിച്ചയക്കുന്നതിന് പകരം വിസ ക്യാൻസലാക്കുകയും വിസ ക്യാൻസലാക്കുന്നതോടൊപ്പം തന്നെ അവരോട് അമേരിക്കയിൽ നിന്ന് വിടാനുള്ള പുറത്തു പോകാനുള്ള ആവശ്യം ഉന്നയിക്കുമാണ് അമേരിക്കൻ ഇമിഗ്രേഷൻ അധികൃതർ ചെയ്തിരിക്കുന്നത്. അമേരിക്കൻ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറിയായ ക്രിസ്റ്റി നിയോൺ തന്നെയാണ് ഇത് സംബന്ധിച്ച വാർത്ത ട്വിറ്ററിൽ എക്സിൽ പങ്കുവെക്കുകയും രഞ്ജിനി ശ്രീനിവാസ് 11-ാം തീയതി അമേരിക്കയിലെ എയർപോർട്ടിൽ നിന്ന് ഇന്ത്യയിലേക്ക് പുറത്തേക്ക് പോകുന്ന ഒരു ചിത്രം പങ്കുവെക്കുകയും ചെയ്തിരിക്കുന്നത്. പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് സ്വാഗതം, അതേസമയം തീവ്രവാദികളായ അല്ലെങ്കിൽ ടെററിസത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അമേരിക്കൻ മണ്ണിൽ സ്വാഗതമില്ല എന്ന അടിക്കുറിപ്പോട് കൂടിയാണ് ക്രിസ്റ്റി നിയോൺ ഇക്കാര്യങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. ഏതായാലും അമേരിക്കൻ ക്യാമ്പസുകളിൽ ഹമാസിന് അനുകൂലമായ ഗാസ പ്രശ്നത്തിൽ ഹമാസിന് അനുകൂലമായ പ്രകടനം നടത്തിയ എല്ലാ വിദേശ വിദ്യാർത്ഥികളെയും പുറത്താക്കുമെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇതുകൂടാതെ തന്നെ ഇതിന് നേതൃത്വം നൽകിയ പാലസ്തീൻ വിദ്യാർത്ഥിയെ ഖാലിദ് ഖാനെ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് അമേരിക്കയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുമെന്ന് വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ കോടതി നടപടികൾ താൽക്കാലികമായിട്ട് അദ്ദേഹത്തിൻ്റെ പുറത്താക്കൽ നടപടി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഏതായാലും ഇത്തരത്തിൽ 45ഓളം വിദ്യാർത്ഥികളെ പുറത്താക്കാനുള്ള നടപടികളുമാണ് ട്രംപ് ഭരണകൂടം മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ ആദ്യത്തെ വിദ്യാർത്ഥിയാണ് തെക്കൻ ഇന്ത്യയിൽ നിന്നുള്ള രജനി ശ്രീനിവാസൻ. ഏതായാലും രജനി ശ്രീനിവാസൻ്റെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള അവരുടെ പാസ്പോർട്ട് ബാംഗ്ലൂരിൽ നിന്നുള്ള പാസ്പോർട്ടാണെന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഏതായാലും ഇന്ത്യയിലെത്തിക്കുന്ന രഞ്ജിനി ശ്രീനിവാസനെ ഇന്ത്യയിലെ ഏജൻസികളും IB അടക്കമുള്ള ഏജൻസികളും ചോദ്യം ചെയ്യുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഏതായാലും അമേരിക്ക അവരെ സംബന്ധിച്ചോളം അവരുടെ F1 വിസയാണ് അമേരിക്ക വിദ്യാർത്ഥികൾക്ക് അനുവദിക്കുന്നത്. ഈ F1 വിസ അമേരിക്കയിൽ പഠിക്കാനും ജോലി ചെയ്യാനുമുള്ള അവകാശമാണ് നൽകുന്നത്, താമസിക്കാനുമുള്ള പഠന കാലാവധി വരെ. അത് കഴിഞ്ഞ് അവർക്ക് സ്ഥിരതാമസമുള്ള ഗ്രീൻ കാർഡിന് അപേക്ഷിക്കാനുള്ള അവസരവും നൽകുന്നുണ്ട്. ഇതൊക്കെയുള്ള അവസരങ്ങളൊക്കെയാണ് ഇപ്പോൾ F1 വിസ മാർച്ച് 5-ന് ഈ വിദ്യാർത്ഥിനിയുടെ റദ്ദ് ചെയ്തിരിക്കുന്നത്. ലക്ഷ്മി പത്മ. ശരത് ലാലാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.